അതെ, വോട്ട് ചെയ്യണ്ടേ? എല്ലാവർക്കും അറിയാവുന്നതാണ്, എങ്കിലും കുറച്ച് കാര്യങ്ങൾ പറയാം. വോട്ട് ചെയ്യാൻ പോകുമ്പോൾ തിരിച്ചറിയൽ രേഖ എടുക്കാൻ മറക്കരുത് കേട്ടോ. കൂടെ സ്ലിപ്പ് എടുക്കാൻ മറക്കല്ലേ. ഇനിയിപ്പോ സ്ലിപ്പ് മറന്നുപോയാലും സാരമില്ല. പോളിംഗ് ബൂത്തിനടുത്ത് രാഷ്ട്രീയ പാർട്ടികളുടെ ബൂത്ത് കണ്ടിട്ടില്ലേ നിങ്ങൾ? അവരോടങ്ങ് കാര്യം പറഞ്ഞാൽ മതി, അവരെല്ലാം ശരിയാക്കി തരും. ഇനി ബൂത്തിനുള്ളിൽ കയറണം, വോട്ട് ചെയ്യണം. അതിലെന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? സിമ്പിളാണ്. ആദ്യ ടേബിളിന് മുന്നിലെത്തുമ്പോൾ വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് നോക്കും. രേഖകൾ പരിശോധിക്കും. അവിടെ നിന്ന് നേരെ രണ്ടാമത്തെ ടേബിളിനടുത്തേക്ക് പോകണം. അവിടെ ചൂണ്ടുവിരലിൽ മഷി പുരട്ടും, ഒപ്പം രജിസ്റ്ററിൽ ഒപ്പുവെക്കണം. ഇനി മൂന്നാമത്തെ ടേബിളിലേക്ക്. കയ്യിലെ മഷി പരിശോധിക്കും. അവിടെ ഇരിക്കുന്ന ഓഫീസർ കൺട്രോൾ യൂണിറ്റിലെ ബാലറ്റ് ബട്ടൺ അമർത്തും. കൺട്രോൾ യൂണിറ്റിൽ ചുവപ്പ് ലൈറ്റും കൗണ്ടറിനുള്ളിലെ ബാലറ്റ് യൂണിറ്റിൽ പച്ച ലൈറ്റും കത്തിയ സെറ്റ്. നിങ്ങൾ വോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുടെ പേരും ഫോട്ടോയും ചിഹ്നവും കാണുന്നിടത്ത് നീല ബട്ടൺ അമർത്തി അങ്ങ് പിടിക്കുമ്പോൾ ബീപ് എന്നൊരു ശബ്ദം കേൾക്കും. അപ്പോൾ അതിന് നേരെയുള്ള ചുവപ്പ് ലൈറ്റ് കത്തും. എല്ലാം ഓക്കെ. നിങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു ഗൈസ്. ഇനിയും സംശയം ഉണ്ടെങ്കിൽ തൊട്ടടുത്തൊരു മെഷീൻ ഉണ്ട്. അതിന്റെ സ്ക്രീനിൽ നോക്കുമ്പോൾ വോട്ട് ചെയ്ത ആളുടെ പേരും ചിഹ്നവും കാണാം. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. പിന്നെ പോകല്ലേ, 2 കാര്യം കൂടി പറയാനുണ്ട്. ബൂത്തിനുള്ളിൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. വോട്ട് ചെയ്യാനുള്ള സമയം രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ്. അപ്പോൾ ശരി ഗൈസ്, ഇനി വോട്ട് മിസ്സാക്കണ്ട.